SSLC Model Examination February 2025 question paper discussion ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ പാസേജ് കോംപ്രിഹെൻഷൻ ഞാൻ ചെയ്യുന്നുണ്ടാവില്ല, ബിക്കോസ് നിങ്ങൾക്ക് ഓൾറെഡി അത് അറിയാം. അതുകൊണ്ട് അതിലത്തെ ഒരു ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് ബാക്കി അല്ല, 4th and 5th ക്വസ്റ്റ്യൻസ് മാത്രം നോക്കാം. ഓക്കെ, പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് 6th ക്വസ്റ്റ്യനായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, തുടങ്ങാം. സോ നമുക്ക് ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് പാസേജിൽ നിന്ന് നിങ്ങളോട് ചോദിക്കുന്ന ചില സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് വന്നിട്ട് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുമാണ് പാസേജ് തന്നിരിക്കുന്നത്. സോ ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിച്ച പാസേജ് ആണ്. സോ നിങ്ങൾക്ക് അവെയർ ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന ടെക്സ്ച്വൽ ലെസൺ നിന്നാണ് ഈ ഒരു പാസേജ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് 2 ടൈപ്സ് ഓഫ് പാസേജ് കോംപ്രിഹെൻഷൻസ് ഉണ്ടാവും. ഒന്ന് വന്നിട്ട് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് അതർ വൺ വിൽ ബി ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഔട്ട് ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക് ചോദിക്കുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും തന്നെ വരുന്ന പാസേജ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ വാസ് മിസ്റ്റർ ജോൺ എംപ്ലോയിഡ്? അപ്പം നിങ്ങൾക്ക് പാസേജ് റീഡ് ചെയ്താൽ തന്നെ അത് ഫസ്റ്റ് ലൈനിൽ തന്നെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ജോൺ വാസ് പൊസിഷൻഡ് ആസ് എ ക്ലർക്ക് ഇൻ എ ലണ്ടൻ സോളിസിറ്റേഴ്സ് ഓഫീസ്. അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആൻസേഴ്സ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്, ബിക്കോസ് ഓൾറെഡി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പാസേജ് റീഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് മിസ്റ്റർ ജോൺ എൻഡ് അപ്പ് ലൂസിംഗ് ഓൾ ഹിസ് സേവിങ്സ് ആൻഡ് ബിലോങ്ങിങ്സ്? അതും അതിൽ കൊടുത്തിട്ടുണ്ട്. തേർഡ് വൺ, വൈ ഡിഡ് മിസ്റ്റർ ജോൺ ഫീൽ കമ്പൽഡ് ടു അറ്റംപ്റ്റ് എൻഡിങ് ഹിസ് ലൈഫ്? അതായത് മീനിങ്, എന്തുകൊണ്ടാണ് മിസ്റ്റർ ജോണിന് അയാളുടെ ലൈഫ് എൻഡ് ചെയ്യാം എന്ന് തോന്നിയത്, ജീവിതം അവസാനിപ്പിക്കാം എന്ന് എന്തുകൊണ്ട് തോന്നി? വൈ ഡിഡ് മിസ്റ്റർ ജോൺ ഫീൽ കമ്പൽഡ് ടു അറ്റംപ്റ്റ് എൻഡിങ് ഹിസ് ലൈഫ്? ഓക്കെ, അയാൾ ഫോഴ്സ്ഡ് ആയി, ജീവിതം ഇനി അവസാനിപ്പിക്കാനേ വഴിയുള്ളൂ എന്നൊരു ഘട്ടത്തിൽ അയാൾ ഫോഴ്സ്ഡ് ആയിരുന്നു, കമ്പൽഡ് ആയിരുന്നു. ഓക്കെ, വേറെ ഒരു നിവർത്തിയില്ല, ജീവിതം അവസാനിപ്പിച്ചേ പറ്റൂ എന്നുള്ളൊരു സ്റ്റേറ്റിൽ അയാൾ എന്തുകൊണ്ട് എത്തി? അതാണ് അവിടെ ക്വസ്റ്റ്യൻ. നൗ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇസ്, വിച്ച് വേർഡ് ഇൻ ദ പാസേജ് മീൻസ് സ്പോക്കൺ ഇൻ എ ലോ അൺഫ്രണ്ട്ലി ടോൺ? സ്പോക്കൺ ഇൻ എ ലോ അൺഫ്രണ്ട്ലി ടോൺ, അതായത് ലോ വോയിസ് ആണ്, അറ്റ് ദ സെയിം ടൈം ഒരു അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ടോൺ ആണ്. ഫ്രണ്ട്ലി അല്ല, അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോൺ. അങ്ങനെ മീനിങ് വരുന്ന ഏത് ലൈൻ ആണ് പാസേജിൽ ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ റൈറ്റ് ആൻസർ വന്നിട്ട് സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. A long bar of silence throbbed little attic when he concluded this halting confession. Then gruffly the sergeant asked how much he had stolen. അപ്പൊ സർജന്റിന്റെ വോയിസ് എങ്ങനെയായിരുന്നു? ഗ്രഫ്ലി ആയിരുന്നു. അപ്പൊ ഇവിടെ സ്പോക്കൺ ഇൻ എ ലോ അൺഫ്രണ്ട്ലി ടോൺ എന്ന മീനിങ് വരുന്ന വേർഡ് ഏതാണ്? ഓപ്ഷൻ സി, ഗ്രഫ്ലി. ഓക്കെ, ഗ്രഫ്ലി എന്ന് പറഞ്ഞാൽ ലോ ആണ്, ലോ ആയിട്ടുള്ള വോയിസ്, അറ്റ് ദ സെയിം ടൈം ഒരു ശത്രുവിനോട് സംസാരിക്കുന്ന പോലെ. എത്ര രൂപയാണ് നീ മോഷ്ടിച്ചത് എന്ന് നമ്മൾ ലോ സൗണ്ടിൽ ചോദിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, കേൾക്കുന്നവർക്ക് വളരെ ലോ വോയിസ് ആയിരിക്കും. ഓക്കെ, അതിനെ ഗ്രഫ്ലി വോയിസ് അല്ലെങ്കിൽ ഗ്രഫ്ലി സൗണ്ട് എന്ന് നമുക്ക് പറയാം. So option C, gruffly is the correct answer. Now moving to the fifth question, what common thought in the minds of the witnesses after Mr. John's story? ജോണിന്റെ കഥ കേട്ടതിന് ശേഷം വിറ്റ്നസുകൾക്ക് ഒരുപോലെ തോന്നിയ തോട്ട് എന്തായിരുന്നു? വിറ്റ്നസസ് എന്ന് പറയുമ്പോൾ ദൃക്സാക്ഷികൾ. ഈ ദൃക്സാക്ഷികൾക്ക് ഒരേപോലെ തോന്നിയ ആ കോമൺ തോട്ട് എന്തായിരുന്നു? ഇതിന്റെ ആൻസർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്താണ് ഇതിന്റെ ആൻസർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ എക്സാമ്പിൾ ഫ്രം ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. അതിലത്തെ 5th ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് ആക്ടിവിറ്റിത്തെ 5th ക്വസ്റ്റ്യൻ. യെസ്, സി ആണ്. സി, വെരി ഗുഡ്. ടു ഗിവ് ഹിം എ സെക്കൻഡ് ചാൻസ് ആൻഡ് ഹെൽപ്പ് ഹിം റീബിൽഡ് ഹിസ് ലൈഫ്. അയാൾക്ക് രണ്ടാമത് ജീവിക്കാൻ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാം, ഒരു അവസരം കൊടുക്കാം. ഓക്കെ, അയാൾക്ക് വീണ്ടും ജീവിക്കാൻ ഒരു അവസരം കൊടുക്കാം എന്നതായിരുന്നു. ടു ഗിവ് ഹിം എ സെക്കൻഡ് ചാൻസ് ടു ലീവ് ആൻഡ് ഹെൽപ്പ് ഹിം റീബിൽഡ് ഹിസ് ലൈഫ്. ഇതായിരുന്നു അവിടുത്തെ വിറ്റ്നസസിന് തോന്നിയ കാര്യം. വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൃക്സാക്ഷി. അതായത് ഇപ്പൊ ഒരു ക്രൈം ചെയ്തു, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു മേർഡർ ചെയ്തു, അല്ലെങ്കിൽ ഒരു തെഫ്റ്റ് നടന്നു, ഒരു റോബറി നടന്നു, ഇത് കണ്ടിരുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ നമ്മൾ എന്ത് പറയും? വിറ്റ്നസ് ഓഫ് ദ ക്രൈം അല്ലെങ്കിൽ ദൃക്സാക്ഷി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ, അപ്പോൾ അവിടെ കുറെ വിറ്റ്നസസ് ഉണ്ട്. വിറ്റ്നസസിന് എല്ലാവർക്കും ഒരുപോലെ തോന്നിയ, കോമൺ ആയിട്ട് തോന്നിയ ഒരു തോട്ടാണ് ടു ഗിവ് മിസ്റ്റർ ജോൺ എ സെക്കൻഡ് ചാൻസ് ടു ലീവ് ആൻഡ് ഹെൽപ്പ് ഹിം റീബിൽഡ് ഹിസ് ലൈഫ്.
Okay, so ഇതാണ് first 5 questions. Option 4, option C. ഗ്രഫ്ലി എന്നതാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്പോക്കൺ ഇൻ എ ലോ അൺഫ്രണ്ട്ലി ടോൺ. ആദില ഗ്രഫ്ലി ആണോ എഴുതിയത്? ഫോർത്ത് ക്വസ്റ്റ്യനിൽ pitiful, halting, gruffly, pledge. Yes, ma'am. Yes, gruffly is the correct answer. Okay. Now moving to question 6 to 9. Read the lines from lines written in early spring. ഓത്തർ ആരാണ്? എപ്പോഴും ഒരു പോയത്തിന്റെ നെയിം കണ്ട ഉടനെ അതിന്റെ ഓത്തറിന്റെ പിക്ചർ അല്ലെങ്കിൽ ഓത്തറിന്റെ നെയിം മനസ്സിൽ വരണം. And answer the questions given below. Lines written in early spring is written by വില്യം വേർഡ്സ്വർത്ത്. ഓക്കെ, അപ്പൊ എപ്പോഴും ഒരു പോയത്തിന്റെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയംസിന്റെ പേരുകൾ കാണുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ മൈൻഡിൽ അതിന്റെ ഓത്തറിന്റെ പേരും വരണം. ഓക്കെ, സോ ഐ ഹേർഡ് 1,000 blended notes while in a grove I sat reclined in that sweet mood when pleasant thoughts bring sad thoughts to the mind. To her fair works did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. Okay, appo ivda first question, what specific thought brought sorrow to the poet's heart? എന്ത് സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു തോട്ട് ആണ് പോയറ്റിൽ സങ്കടം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ സംതിങ് ദാറ്റ് ബ്രോട്ട് സോറോ ടു ദ പോയറ്റ്സ് ഹാർട്ട്? എന്തായിരുന്നു? ബ്രിങ്സ് ഇവിടെ പറയുന്നുണ്ട്, ഐ ഹേർഡ് 1,000 blended notes while in a groove I sat reclined in that sweet mood when pleasant thoughts bring sad thoughts to the mind. So what was that sad thought? അത് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റാൻസയിലേ പറയുന്നുള്ളൂ. To her fair works did nature link the human soul through that through me ran. So nature linked her fair works with human souls, and the poet is also one of those human souls. But the poet grieved, or what brought sorrow to the poet was, he thought what man has made of man so far in this nature. Man has not made any benefit for man in this world. Nature has brought a lot of benefits for man, but man has not made anything out of man. So that is the specific thought that brought sorrow to the poet's heart. Okay, അതായത് നേച്ചർ വന്നിട്ട് തന്നെയും ഹ്യൂമൻ ബീങ്സിനെയും ലിങ്ക് ചെയ്തു. അത് പോയറ്റിലൂടെയും ലിങ്ക് ചെയ്തു, പോയറ്റിനെ പോലെയുള്ള മറ്റു മനുഷ്യരിലൂടെയും ലിങ്ക് ചെയ്തു. പക്ഷെ മനുഷ്യനും തമ്മിൽ ഒരിക്കലും ചേരുന്നില്ലല്ലോ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ എപ്പോഴും ഒരു എന്താ പറയാ, ട്രബിൾ മാത്രമാണ് കൊടുക്കുന്നത്. സോ ദാറ്റ് വാസ് ദ റീസൺ, ദാറ്റ് ഇസ് ദ തോട്ട്, സ്പെസിഫിക് തോട്ട് ദാറ്റ് ബ്രോട്ട് സോറോ ടു ദ പോയറ്റ്സ് ഹാർട്ട്. ഓക്കെ, സെവൻത് ക്വസ്റ്റ്യൻ, which literary device is used in the line I heard 1,000 blended notes? ഏത് poetic device അല്ലെങ്കിൽ ലിറ്റററി ഡിവൈസ് എന്നും പറയാം. I heard 1,000 blended notes. ഇവിടെ ഏത് ലിറ്റററി ഡിവൈസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? പെർസോണിഫിക്കേഷൻ ആണോ, ഹൈപ്പർബോൾ ആണോ, മെറ്റഫർ ആണോ, അലിട്രേഷൻ? വെരി ഗുഡ്, ഹൈപ്പർബോൾ. വെരി ഗുഡ്. വാട്ട് ഇസ് എ ഹൈപ്പർബോൾ? നിങ്ങൾക്ക് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്താലും മതി. ഹൈപ്പർബോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായാലും അലിട്രേഷൻ അല്ല, എന്തായാലും പെർസോണിഫിക്കേഷനും അല്ല. മെറ്റഫർ എന്ന് പറയാൻ പ്രത്യേകിച്ച് അവിടെ ഒന്നിനെയും നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. അപ്പൊ മെറ്റഫർ അല്ല, അലിട്രേഷൻ അല്ല, പെർസോണിഫിക്കേഷനും ഇല്ല, അവിടെ ചാൻസ് ഇല്ല. ഓക്കെ, ആരെയും ഇവിടെ പെർസോണിഫൈ ചെയ്യുന്നൊന്നുമില്ല. അപ്പൊ ഇത് ഹൈപ്പർബോൾ ആണ്. ഹൈപ്പർബോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയൊരു കാര്യത്തിനെ പോലും വലുതാക്കി പിക്ചറൈസ് ചെയ്യുന്നതിനെയാണ് ഹൈപ്പർബോൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഐ വാസ് റിയലി ഹംഗ്രി ദാറ്റ് I would have eaten an elephant. I was really hungry that I would have eaten an elephant. ഇതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു, ഞാനൊരു ആനയെ പോലും തിന്നുമായിരുന്നു. But is that literally possible? Is that actually possible to eat an elephant by a human being? അപ്പൊ ഞാൻ എന്താണ്, എന്റെ വിശപ്പിന്റെ അളവ് കാണിക്കാൻ I am just exaggerating it. I am just improvising my feelings. I am just exaggerating my feeling by telling that എന്റെ വിശപ്പ് ഒരു ആനേനെ തിന്നാനുള്ള വിശപ്പായിരുന്നു എനിക്ക് എന്ന് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ the poet is telling I heard 1,000 blended notes. 1000 നോട്ട്സുകൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പോലെ എനിക്ക് പാട്ടുകൾ കേൾക്കാമായിരുന്നു. എവിടുന്ന് കേൾക്കാനാണ്? നേച്ചറിൽ നിന്ന് അത്രയും സൗണ്ട് ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റുമോ? നേച്ചറിന്റെ നമുക്ക് 1000 സോങ്സ് ഒക്കെ നേച്ചറിൽ നിന്നും അറ്റ് എ ടൈം കേൾക്കാൻ പറ്റുമോ? അല്ല, നമ്മൾ കുറെ ഡെയിലി ഇരുന്നാലും നമുക്ക് അങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റുമോ? We can hear different natural songs. We can hear a lot of sounds from the nature. But can we hear 1,000 blended notes from the nature? It's not possible. Literally possible അല്ല. So actually ഈ notes ഒക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഈ 1,000 blended notes എന്ന് പറയുന്നത്, these are the thoughts that
runs through the mind of the poet. പോയറ്റിന്റെ മൈൻഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന തോട്ട്സിനെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ആ തോട്ട്സ് എങ്ങനെയായിരുന്നു? 1000 ബ്ലെൻഡഡ് നോട്ട്സ് പോലെ ആയിരുന്നു. സോ ഹി ഈസ് എക്സാജറേറ്റിംഗ് ഹിസ് തോട്ട്സ്. സോ ഹൈപ്പർബോൾ ഇസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. നെക്സ്റ്റ്, ഹൗ ഡിഡ് നേച്ചർ എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ വിത്ത് ദ പോയറ്റ്സ് സോൾ? അതിന് ആൻസർ നമുക്ക് സെക്കൻഡ് സ്റ്റാൻസയിൽ തന്നെയുണ്ട്. നേച്ചർ ലിങ്ക്ഡ് ഹെർ ഫെയർ വർക്ക്സ് ടു ദ ഹ്യൂമൻ സോൾ that also connected the poet. So that is how nature established a connection with the poet's soul. So how did nature establish a connection with the poet's soul? Nature linked her fair works with human soul, where the poet is also one of the human souls. Poet ഒരു human soul ആണ്. അപ്പോൾ nature linked, nature has done a lot of fair works. So nature has performed a lot of fair works. So she links her fair works to the human soul that ran through the poet also. Poetum ഒരു human soul തന്നെയാണല്ലോ, അതുകൊണ്ട് the nature is connected to the poet. Okay, next one, identify the rhyme scheme followed in the lines above. So what is the rhyme scheme of this poem? Yes, very good. A B. First stanza നോക്കിയാൽ തന്നെ കിട്ടും. സെക്കൻഡ് സ്റ്റാൻസ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ലിങ്ക് തിങ്ക്, അപ്പൊ A, ran man B. So A B is the rhyme scheme of the poem. Okay, now moving to the next poem. Read the following lines from the Ballad of Father Gilligan and prepare a note of appreciation focusing on the theme, images and other poetic devices. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, when you are writing an appreciation of the poem, you have to focus on the theme of the poem first. Then the images used in the poem, and then the poetic devices used in the poem. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോയത്തിന്റെ നെയിം is a famous poem written by the well-known author dash, അങ്ങനെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. Okay, for the Ballad of Father Gilligan is a famous poem written by author W.B. Yeats. Yeatsന്റെ അല്ലേ? Yeatsന്റെ അല്ലടാ poem? Am I right? Yes, teacher. Yes, okay. So the Ballad of Father Gilligan is a famous poem written by the popular, അല്ലെങ്കിൽ written by the well-known author Yes, ma'am. Yeats. എന്താണ് അതില്? Yes, William Butler Yeats. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം? You can mention the summary of this poem. അതായത് എന്താണ് ഈ പോയത്തിന് ചുരുക്കമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായത്? This poem talks about the life of a priest, life of a church priest. Priest എന്ന് പറഞ്ഞാൽ തന്നെ ബേസിക്കലി ചർച്ചിൽ വർക്ക് ചെയ്യുന്നവരാണ്. So you can tell this poem primarily focuses on, or we can say this poem sheds light on the life and the life cycle of a priest day and night എന്ന് നമുക്ക് പറയാം. Yes, Keshavamurthy sir has joined today. Sir, hello, good evening. Sir, your mic is muted. Yeah, I am celebrating completion of NMMS exam. Oh, okay. NMMS exam. Okay. So did you? Today it got over. No, more than 1,000 students have appeared. Very good. Okay. We are all. I am celebrating in race course by going for a walking. Walking. Oh, that's nice. Yeah, I can That's see that you always are my. walking. My celebration is always walking only. Walking only. So, is it a solo walking or do you have No. any companion? Till now, 2 of my friends were there, but I wanted to go for one more round, so I am alone now. Okay, sir. Okay. So we are Okay, also. enjoy. The MBT classes are also towards the end. Yes, our classes are also Okay, towards carry the on. end. Carry on. I just thought I will say hello to you. That's all. Carry on. Okay, sir. Sure. Thank you, sir. Thank you. ഓക്കെ, സോ ഇന്ന് അവിടെ NMMS എക്സാം ആയിരുന്നു തമിഴ്നാട്ടിൽ. നമ്മുടെ IYM സ്റ്റുഡൻസ് തന്നെ ഒരു 1000 സ്റ്റുഡൻസ് അതിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇഗ്നൈറ്റിംഗ് യങ് മൈൻഡ്സിലൂടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നവർ തന്നെ 1000 സ്റ്റുഡൻസ് പോയിട്ടുണ്ട് എന്നാണ് ഇന്ന് കിട്ടിയ ഇൻഫർമേഷൻ. സോ ഒരുപാട് സ്റ്റുഡൻസ് നിങ്ങളെ പോലെ കുറേ പേര് ലൈവ് ക്ലാസ്സസ് സ്റ്റുഡൻസിനെക്കാട്ടിലും NMMS ക്ലാസ്സസിന് സ്ട്രെങ്ത് കൂടുതലാണ്. അതൊരു 15-20 സ്റ്റുഡൻസ് ഒക്കെ ക്ലാസ്സസ് ലൈവ് അറ്റൻഡ് ചെയ്യാറുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞ പോലെ 1000 സ്റ്റുഡൻസ് എന്ന് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെസ് എത്ര പേർക്ക് ലൈവ് കാണാൻ പറ്റും എന്നുള്ളത് നമുക്ക് അറിയില്ല. ബട്ട് അത്രയും റീച്ച് നമുക്ക് തമിഴ്നാട്ടിലുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറെ കുട്ടികൾ നമ്മുടെ യൂട്യൂബ് റെക്കോർഡിങ്സും വീഡിയോസും ഒക്കെ കണ്ടിട്ട് ദേ ഹാവ് പ്രിപ്പയർഡ് ഫ്രം ദെയർ ഹോം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ ടീച്ചേഴ്സ് ഓൾസോ. ഓക്കെ, അപ്പൊ കേരളത്തിൽ എന്നാണ് NMMS എക്സാം? ഇഫ് യു ആർ ഹാവിംഗ് എനി ഇൻഫർമേഷൻ യു ക്യാൻ ഷെയർ ഇൻ ദ ഗ്രൂപ്പ്. ഓക്കെ,
ഫൈൻ. അപ്പൊ നിങ്ങൾക്ക് ഇത് 8th സ്റ്റാൻഡേർഡിലുള്ളവർക്കാണ് ഈ എക്സാം. അതുകൊണ്ട് നിങ്ങളുടെ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം കേട്ടോ. Okay, so coming back, yes, come back. So you can see the old priest Peter Gilligan was weary night and day, for half his flock were in their beds or under green sods lay. Once while he nodded in a chair at the moth hour of the eve, another poor man sent for him and he began to grieve. അപ്പോൾ ഇവിടെ first 2 stanzas മാത്രമാണ് തന്നിട്ടുള്ളത്. But when you are writing the appreciation, you should write the entire appreciation of the poem. ഓക്കെ, എൻറ്റയർ പോയത്തിന്റെ അപ്രിസിയേഷൻ നമ്മൾ എഴുതണം. അപ്പൊ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? സ്റ്റാൻസ ബൈ സ്റ്റാൻസ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നിങ്ങളിത് ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിച്ച് നിങ്ങൾ നോട്ട്സ് ഒക്കെ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്താ, സെക്കൻഡ് സ്റ്റാൻസയിൽ എന്താ, തേർഡിൽ എന്താ, ഫോർത്തിൽ എന്താന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8 സ്റ്റാൻസേഴ്സിന്റെ അടുത്ത് വരുന്നുണ്ട് അല്ലെ ഈ പോയം. ഇഫ് ഐ എം റോങ് പ്ലീസ് പാർഡൺ മീ. 8 സ്റ്റാൻസയോ 8ഓ 10ഓ സ്റ്റാൻസേഴ്സ് ആണ് എന്ന് എനിക്ക് വായിച്ചൊരു ഓർമ്മ. അപ്പോൾ അങ്ങനെ കറക്റ്റ് ഓർമ്മ വെക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, അതിന്റെ ഓവറോൾ ഒരു സമ്മറി നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പൊ അതായത് 7th പാരഗ്രാഫിന് 7th സ്റ്റാൻസയ്ക്ക് പകരം നിങ്ങൾ 8th സ്റ്റാൻസയിലേക്ക് ജമ്പ് ചെയ്താൽ ദാറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ല. നിങ്ങൾ പക്ഷെ ഓർഡറിൽ എഴുതി പോയാൽ അത്രയും നന്നായിരിക്കും. ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ റീഡേഴ്സിന് ഒരു ട്രാക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സമ്മറി എഴുതുമ്പോൾ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് വേണം നിങ്ങളത് എഴുതിയ. അതായത് അപ്രിസിയേഷൻ എന്നുള്ളൊരു ടോൺ അവിടെ ഉണ്ടാവണം. അതായത് നിങ്ങൾ സമ്മറി എഴുതുമ്പോൾ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു തീം പോയിട്ട് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്. നമ്മൾ അന്ന് WB ഈറ്റ്സിന്റെ കുറിച്ച് ചെറിയൊരു ഹിസ്റ്ററി വായിച്ചു. അതേപോലെ തന്നെ ഈ പോയം എഴുതാനുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രോംപ്റ്റ് എന്തായിരുന്നു അതും നമ്മൾ വായിച്ചു. അതൊക്കെ ഇതിൽ എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇമേജസ് എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് കുറെ വരുന്നുണ്ട്. ഗ്രീൻ സോട്ട്സ് ലേ, പിന്നെ എന്താണ് മോത്ത് അവർ ഓഫ് ദ ഈവ്. മോത്ത് അവർ ഓഫ് ദ ഈവ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 6 o'clock കഴിഞ്ഞിട്ടുള്ള ടൈം, 6 to 7 ആ ടൈമാണ്. മോത്ത് അവർ ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാലും 6 to 7 ആ ഏർലി മോർണിംഗിലുള്ള ഹവേഴ്സ് ആണ്. മോത്ത് അവർ എന്നാണ് നമ്മൾ പറയാ. ഡോൺ ആൻഡ് ഡസ്ക് എന്ന് പറയും. ഡോൺ എന്ന് പറഞ്ഞാൽ മോർണിംഗ്, ഡസ്ക് എന്ന് പറഞ്ഞാൽ ഈവനിങ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് കമ്മിങ് ടു പോയറ്റിക് ഡിവൈസസ് നിങ്ങളൊരു സ്പെസിഫിക് ലാസ്റ്റ് സ്റ്റാൻസയിൽ എഴുതുക. ഈ ഒരു പോയത്തിൽ എന്തൊക്കെ പോയറ്റിക് ഡിവൈസസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് എഴുതുക. ആൻഡ് കൺക്ലൂഷൻ നിങ്ങൾക്ക് പറയാം, ഓവറോൾ ദിസ് ഈസ് എ ഹാർട്ട് ടച്ചിങ് പോയം, അല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ദിസ് ഈസ് എ മോട്ടിവേഷണൽ പോയം ഫോർ ഓൾ ദ പ്രീസ്റ്റ്സ് ഹു ആർ വർക്കിംഗ് അക്രോസ് ദിസ് വേൾഡ്. ഈ ലോകത്തിലുള്ള എല്ലാ പ്രീസ്റ്റുകൾക്കും ഒരു ഡെഡിക്കേഷൻ ആണ് WB ഈറ്റ്സിന്റെ ഈ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. അങ്ങനെ എഴുതാം. ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ is a dedication by WB Yeats for all the priests across this world. അങ്ങനെ എന്തെങ്കിലും ഒരു ലൈൻ പറഞ്ഞ് എന്ത് ചെയ്യുക, എഴുതി കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, 5 മാർക്സ് ധാരാളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 5 ഇല്ലെങ്കിലും 4.5. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതിൽ എവിടെയെങ്കിലും ഗ്രാമർ മിസ്റ്റേക്സോ എന്തെങ്കിലും പങ്ക്ച്വേഷൻ എറേഴ്സോ വന്നാൽ ഒരു ഹാഫ് മാർക്ക് പോകുന്നല്ലാണ്ട് അതർവൈസ് 5 on 5 ഷുവർ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്രിസിയേഷൻ നിങ്ങൾക്ക് എഴുതി തന്നെ ശീലിക്കണം. അപ്രിസിയേഷൻ പെട്ടെന്ന് ബൈ ഹാർട്ട് പഠിച്ച് പോവാം, പക്ഷെ 5 പോയംസ് ഉണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പൊ 5 എണ്ണത്തിന്റെയും ബൈ ഹാർട്ട് പഠിക്കുമ്പോൾ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ എന്ത് ചെയ്യുക, അപ്രിസിയേഷൻ വീട്ടിലിരുന്ന് എഴുതി നോക്കാം. നിങ്ങൾ തന്നെ ഒരു ടൈം സെറ്റ് ചെയ്യൂ. 10 മിനിറ്റിൽ കൂടുതൽ എടുക്കരുത് അപ്രിസിയേഷൻ എഴുതാൻ. ഓക്കെ, മാക്സിമം 10 minutes. 8 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാം, പക്ഷെ അത്രയും സ്പീഡിൽ എഴുതണം. അപ്പൊ 8 to 10 minutes വെച്ചോളൂ. 8 minutes to 10 minutes. ഓക്കെ, 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ അത് തന്നെ വെച്ചിരിക്കരുത്. യു ഹാവ് ടു മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മറ്റേത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ കാരണം ഈ പാസേജ് കോംപ്രിഹെൻഷൻ, പോയം കോംപ്രിഹെൻഷൻ ഒക്കെ വേഗം എഴുതുന്ന കുട്ടികൾക്ക് കുഴപ്പമില്ല. ഇത് അതിലും ടൈം പോയി ഇതിലും ടൈം പോകും എന്ന് പറയുമ്പോൾ നമുക്ക് ഓവറോൾ ലാസ്റ്റിൽ ടൈം മാനേജ്മെന്റ് ഒരു പ്രോബ്ലം ആയിട്ട് വരും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് 11 to 15 നോക്കാം. Read the passage given below and answer the questions that follow. So this is a passage about some kinds of fruits. Okay, fruits നെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ഞാനിത് പാസേജ് ഫുൾ ആയിട്ട് റീഡ് ചെയ്യണോ? നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ എക്സാമിന് റീഡ് ചെയ്തതാണ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, വൈ ഈസ് ദ ചെറിമോയ ഫ്രൂട്ട് കൺസിഡേർഡ് ഗുഡ് ഫോർ ഡൈജഷൻ? അപ്പൊ അത് നിങ്ങൾ എന്താ പറയുക, ഔട്ട് ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക് വന്നിരിക്കുന്ന പാസേജ് ആണ്. അപ്പൊ അതുകൊണ്ട് പാസേജിൽ ആദ്യം ചെറിമോയ എവിടെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. സി 1 2 3 4 5th ലൈനിൽ. നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യൂ കേട്ടോ. വാട്ട് അബൌട്ട് ദ ചെറിമോയ ഫ്രം സൗത്ത് അമേരിക്ക? ദിസ് സോഫ്റ്റ് ആൻഡ് ക്രീമി ഫ്രൂട്ട് ടേസ്റ്റ് ലൈക്ക് എ മിക്സ് ഓഫ് ബനാന ആൻഡ് പൈനാപ്പിൾ. ഇതൊന്നും എഴുതരുത്.
It's rich in fiber and antioxidants, making it great for digestion. Means, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഡൈജഷന് നല്ലത്? It is rich in fiber and antioxidants. അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കൂ. Yes, it is rich in fiber and antioxidants. So option A is the right answer. Next, which sentence of the passage describes an uncommon characteristic of the king of fruits? അതായത് കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഫ്രൂട്ടിന്റെ ഒരു അൺകോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്, സാധാരണ ഇല്ലാത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്, ഒരു സ്വഭാവം ആ കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഫ്രൂട്ടിന് ഉണ്ട്. അത് ഏത് സെന്റൻസിലാണ് പറയുന്നത്? അപ്പൊ ഇതെങ്ങനെ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കും? ഫസ്റ്റ് കിങ് ഓഫ് ഫ്രൂട്ട്സ് ആരാണെന്ന് കണ്ടുപിടിക്കണം. കിങ് ഓഫ് ഫ്രൂട്ട്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് പാസേജിൽ രണ്ടുമുണ്ട്, ക്വീൻ ഓഫ് ഫ്രൂട്ട്സും ഉണ്ട്, കിങ് ഓഫ് ഫ്രൂട്ട്സും ഉണ്ട്. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കൂ. Take the durian for example, known as the king of fruits. അപ്പോൾ ഡ്യൂറിയൻ ആണ് കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്ന് മനസ്സിലായി. ഇനി അതിന്റെ എന്താണ് കണ്ടുപിടിക്കാൻ പറയുന്നത്? ഒരു അൺകോമൺ ക്യാരക്ടറിസ്റ്റിക് ഉണ്ട് എന്ന് ഏത് ലൈനിൽ പറയുന്നു? ഇറ്റ് ഹാസ് എ സ്ട്രോങ് അൺയൂഷ്വൽ സ്മെൽ ബട്ട് ഡോണ്ട് ലെറ്റ് ദാറ്റ് സ്റ്റോപ്പ് യു. അതാണ്. വാട്ട് ഈസ് ദാറ്റ് അൺകോമൺ ക്യാരക്ടറിസ്റ്റിക്? യു ക്യാൻ സേ ഡ്യൂറിയൻ കോൾഡ് ദ കിങ് ഓഫ് ഫ്രൂട്ട്സ് ഹാസ് എ സ്ട്രോങ്, ഇവിടെ ഇങ്ങനെ എഴുതുമ്പോൾ ഡ്യൂറിയൻ കോമ നോൺ ആസ് ദ കിങ് ഓഫ് ഫ്രൂട്ട്സ് കോമ ഇറ്റ് ഹാസ്, ഇവിടെ ഇട്ട് ഒഴിവാക്കണം. കാരണം ഇവിടെ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സെന്റൻസിലാണ് ഇട്ട് പറയുന്നത്. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് തന്നെ തുടങ്ങി. ഡ്യൂറിയൻ കോമ നോൺ ആസ് ദ കിങ് ഓഫ് ഫ്രൂട്ട്സ് ഹാസ് എ സ്ട്രോങ് അൺയൂഷ്വൽ സ്മെൽ ബട്ട് ദാറ്റ് ഡസൻറ്റ് സ്റ്റോപ്പ് യു ഫ്രം ഈറ്റിംഗ്. ഒരു അൺയൂഷ്വൽ സ്മെല്ലാണ്, സ്ട്രോങ് സ്മെല്ലാണ് അത്. പക്ഷെ നമ്മളത് കഴിക്കാണ്ടിരിക്കാനൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം എന്താണ്? വൈ? ബിക്കോസ് ഇൻസൈഡ് ഇറ്റ് ഈസ് ക്രീമി ആൻഡ് സ്വീറ്റ് പാക്ഡ് വിത്ത് വിറ്റമിൻസ് ടു ബൂസ്റ്റ് യുവർ ഇമ്മ്യൂൺ സിസ്റ്റം. ഇത്രയും നിങ്ങൾ എഴുതണം. ഓക്കെ, നിങ്ങൾ അല്ലാണ്ട് തേർഡ് ലൈൻ ഫോർത്ത് ലൈൻ മാത്രം എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല. വിച്ച് ലൈൻ എന്ന് പറഞ്ഞാൽ ആ ലൈനാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, സോ വൺസ് അഗൈൻ, ഡ്യൂറിയൻ comma known as the king of fruits has a strong unusual smell but that doesn't stop you from eating it because it has creamy and sweet packed with vitamins to boost your immune system. ഇത്രയും എഴുതണം. Okay, now third question, why is the baobab tree known as the tree of life? അതിൽ എന്താണ് പറയുന്നത്? ബോബാബ് ട്രീനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. From Africa comes the baobab fruit. During the rainy season, the baobab tree absorbs and stores water in its vast trunk, enabling it to produce a nutrient-dense fruit in the dry season. This is how it became known as the tree of life. ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാ? ഡ്യൂറിങ് ദ റെയിനി സീസൺ, അവിടെ നിന്ന് തൊട്ട് ഈ ട്രീ ഓഫ് ലൈഫ് വരെ ലാസ്റ്റ് 3 സെന്റൻസസ്, ഈ 3 സെന്റൻസസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 3 ലൈൻസും എഴുതണം. ഓക്കെ, ഒരു മാർക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ മതി എന്ന് വെച്ച് അങ്ങനെ ചെയ്യരുത്. ഫുൾ ആയിട്ട് എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ടേസ്റ്റ് ഓഫ് ദ ക്വീൻ ഓഫ് ഫ്രൂട്ട്സ്? ക്വീൻ ഓഫ് ഫ്രൂട്ട്സ് ആരാണ്? റംബുട്ടാൻ ആണോ? നോ, മാംഗോസ്റ്റീൻ. ഓക്കെ, അപ്പോൾ മാംഗോസ്റ്റീൻ ഇസ് കോൾഡ് ദ ക്വീൻ ഓഫ് ഫ്രൂട്ട്സ്. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ടേസ്റ്റ് ഓഫ് ദ ക്വീൻ ഓഫ് ഫ്രൂട്ട്സ്? അപ്പൊ ഇവിടെ നോക്കുക, ഇറ്റ്സ് സോഫ്റ്റ് വൈറ്റ് ഫ്ലഷ് ഇസ് ബോത്ത് ടാങ്കി ആൻഡ് സ്വീറ്റി. ഓക്കെ, അപ്പൊ ടാങ്കി ആൻഡ് സ്വീറ്റി നിങ്ങൾ ആൻസേഴ്സ് എഴുതുമ്പോൾ സെന്റൻസ് ആയിട്ട് എഴുതുന്നതായിരിക്കും ബെറ്റർ. അതായത് ഇങ്ങനെ എഴുതാം, മാംഗോസ്റ്റീൻസ് ടേസ്റ്റ് ഇസ് ടാങ്കി ആൻഡ് സ്വീറ്റ്. അങ്ങനെ എഴുതിയാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. കാരണം എല്ലാ ടീച്ചേഴ്സും വെറും ടാങ്കി ആൻഡ് സ്വീറ്റ് എന്ന് എഴുതിയാൽ മാർക്ക് തരുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ പറയും ചില ടീച്ചേഴ്സ് മാർക്ക് തരും, ചില ടീച്ചേഴ്സ് സെന്റൻസ് ആയിട്ട് എഴുതിയില്ല എന്ന് പറഞ്ഞിട്ട് ഹാഫ് മാർക്കേ തരുള്ളൂ എന്ന് അങ്ങനെ പറയും. അതുകൊണ്ട് വൈ ടു ടേക്ക് എ റിസ്ക് അല്ലേ? യു ക്യാൻ റൈറ്റ് ആസ് എ സെന്റൻസ് ഇറ്റ്സെൽഫ്. നെക്സ്റ്റ് വൺ, വിച്ച് ഫ്രൂട്ട് ഇസ് ലോഡഡ് വിത്ത് ന്യൂട്രിയൻസ് ഫോർ എ ഹെൽത്തി സ്കിൻ? ഹെൽത്തി സ്കിന്നിന് ന്യൂട്രിയൻസ് അടങ്ങുന്ന ഫ്രൂട്ട് ഏതാണ്? യെസ്, ലെറ്റ്സ് സീ. അതാണ് എനിക്ക് തോന്നുന്നു റംബൂട്ടാൻ. യെസ്, ഇപ്പൊ ഇവിടെ റംബൂട്ടാൻ, അവിടെ റംബൂട്ടാൻ മാത്രം എഴുതിയാൽ മതി ആൻസർ. ഓക്കെ, അവിടെ ഇറ്റ്സ് ഫുൾ ഓഫ് വിറ്റമിൻസ് ആൻഡ് അയൺ, പെർഫെക്റ്റ് ഫോർ ഹെൽത്തി സ്കിൻ. വേണമെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് 11 to 15 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ഇൻ അബൌട്ട് 120 വേർഡ്സ്. ഫസ്റ്റ് വൺ ഒരു നറേറ്റീവ് ആണ്. പ്രിപ്പയർ എ നറേറ്റീവ് ഓൺ വങ്കാസ് അൺഫർഗെറ്റബിൾ ആൻഡ് ഹാർട്ട് ബ്രേക്കിംഗ് എക്സ്പീരിയൻസസ് ഇൻ യുവർ വേർഡ്സ്. അപ്പോൾ വങ്കേൻ്റെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള അൺഫർഗെറ്റബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതണം. 7 മാർക്സ് ആണ് അതിന്. അപ്പോൾ 7 മാർക്സ് എന്ന് പറയുമ്പോൾ ഒരു 2 pages എങ്കിലും വേണ്ടേ? അറ്റ്ലീസ്റ്റ് 1.5 pages എങ്കിലും വേണം
അല്ലേ? ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഹാൻഡ് റൈറ്റിംഗ്. അപ്പൊ എന്ത് ചെയ്യുക, ഹിൻസ് ഇവിടെ തന്നിട്ടുണ്ട്, ഹിൻസ് യൂസ് ചെയ്യുക, അതിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഈ ഹിൻറ്റുകൾ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ ഒരു നറേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു സ്റ്റോറി കഥയായിട്ട് നിങ്ങൾ എഴുതണം. അപ്പൊ കഥയായിട്ട് എഴുതുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻ പാസ്റ്റ് ടെൻസിൽ വേണം നിങ്ങൾ കഥയായിട്ട് എഴുതുമ്പോൾ. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ, വങ്കാസ് എക്സ്പീരിയൻസസ് were unforgettable and it left behind a lot of heartbreaking experiences in his life. Vanka worked as an apprentice, but he had to face harsh treatment from the workplace. So he writes a letter. അങ്ങനെ പറഞ്ഞിട്ട് സ്റ്റോറി ആയിട്ട് എഴുതണം. ഓക്കെ. ഇനി 17th one is a prepare on write up. എന്താണ് അത്, ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. The article Project Tiger by Satyajit Ray recounts his observations of movie making in Hollywood and Indian film industry involving animals, his search for a tiger for one of his movies, and the unpredictable challenges faced during the shoot. സത്യജിത് റേ ഒരു ഇന്ത്യൻ ഫിലിം മേക്കർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഈ പ്രോജക്ട് ടൈഗർ എന്ന് പറയുന്ന ആർട്ടിക്കിളില് അദ്ദേഹത്തിന്റെ ഒരു ഓൺ ഫിലിം ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടൈഗറിനെ കൊണ്ടുവന്നിട്ട് ഷൂട്ടിംഗ് സ്പോട്ടിൽ ഉണ്ടായ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇൻസിഡൻസ്, അല്ലെങ്കിൽ വിചാരിച്ചതെക്കാട്ടിലും നമുക്ക് ഊഹിച്ചതിൽ അപ്പുറം ഇഷ്യൂസ്, ചാലഞ്ചസ് അവർ ഫേസ് ചെയ്തതിനെ കുറിച്ചിട്ടൊക്കെയാണ് പ്രോജക്ട് ടൈഗർ എന്ന ആർട്ടിക്കിളിൽ പറയുന്നത്. സോ യു ഹാവ് ടു പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദ ടോപ്പിക് ഫിലിമിംഗ് ആനിമൽസ് എ ചാലഞ്ചിങ് എക്സ്പീരിയൻസ്. അപ്പോൾ ആ ഒരു എസ്സേ നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫിലിമിംഗ് ആനിമൽസ് എ ചാലഞ്ചിങ് എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹോളിവുഡിൽ എങ്ങനെ അവർ പിക്ചറൈസ് ചെയ്യുന്നു ആനിമൽസിനെ ഒക്കെ വെച്ചിട്ട്, പക്ഷെ നമ്മുടെ ഇന്ത്യൻ ഫിലിംസിൽ അത് എന്തൊക്കെ ഡ്രോബാക്സ് ആണ് അതിനുള്ളത്, ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ലിമിറ്റേഷൻസ്, എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്. ഹോളിവുഡിൽ നമ്മൾ കാണുന്ന പലതരത്തിലുള്ള ജംഗിൾ ബുക്കും അതും ഇതും ഒരുപാട് ഫിലിംസ് നമ്മൾ കാണുന്നു അല്ലെ. അതിലൊക്കെ പക്ഷെ വരുന്ന ആനിമൽസും കാര്യങ്ങളൊക്കെ റിയൽ അല്ല. അതൊക്കെ എന്താണ്, VFX യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ കൺട്രിയിൽ അത്ര ടെക്നോളജി ഇംപ്രൂവ് ആയിട്ടുണ്ടോ? ഇപ്പൊ ഇംപ്രൂവ് ആയിട്ടുണ്ട്. അന്നത്തെ സത്യജിത് റേ സാറുടെ കാലത്തൊന്നും അത്ര ടെക്നോളജിക്കലി വി വേർ നോട്ട് സൗണ്ട്. അപ്പൊ അതൊക്കെ കമ്പയർ ചെയ്ത് എഴുതാം. ഇവിടെ ഹിൻസിൽ നോക്കൂ, ഹോളിവുഡ് ആനിമൽ സ്റ്റാർസ്, സ്റ്റാൻഡ് ഇൻ ആക്ടർ, ഹിച്ച്കോക്ക് യൂസസ് റാവൻസ്. ഹിച്ച്കോക്ക് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ഫിലിം മേക്കർ ആണ്. അദ്ദേഹം വന്നിട്ട് റാവൻസിനെ യൂസ് ചെയ്തു. റാവൻസ് എന്ന് പറഞ്ഞാൽ ഈ ബലിക്കാക്ക, കറുത്ത് വലിയ കാക്ക ഉണ്ടാവില്ലേ, ബലിക്കാക്ക, ബലിച്ചോറ് ഉണ്ണാൻ വരുന്ന കാക്ക തന്നെയാണ് ബലിക്കാക്ക എന്ന് പറയാം. അങ്ങനത്തെ റാവൻസിനെ ഒക്കെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട് ഫിലിംസിൽ. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഈ തന്നിട്ട് സെർച്ച് ഫോർ എ ടൈഗർ ബിഹേവ്സ് വൈൽഡ്ലി, ക്യാമറ ഫെയിൽസ്, റീഷൂട്ട്, ടൈഗർ ചാർജസ് അറ്റ് ദ ക്രൗഡ്. ഓക്കെ, അപ്പൊ ആ ആർട്ടിക്കിൾ ഞാൻ ഇതുവരെ ആർട്ടിക്കിൾ റീഡ് ചെയ്യാൻ എനിക്കൊരു ചാൻസ് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ നല്ലോണം റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ അദ്ദേഹം പറയുന്ന ചാലഞ്ചസ് തന്നെയാണ് നിങ്ങൾ ഇവിടെയും എഴുതേണ്ടത്. ടോപ്പിക് ടൈറ്റിൽ മാത്രമേ മാറിയിട്ടുള്ളൂ. പ്രോജക്ട് ടൈഗർ എന്ന ചാപ്റ്ററിന്റെ പേര്. ഇവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കൊടുക്കേണ്ട ഹെഡിങ് എന്താണ്, ഫിലിമിംഗ് ആനിമൽസ് ഡാഷ് എ ചാലഞ്ചിങ് എക്സ്പീരിയൻസ്. ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങളുടെ റൈറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇതിൽ ഏത് എഴുതിയാലും നല്ലതാണ് കേട്ടോ. നറേറ്റീവ് ആണെങ്കിലും ശരി, റൈറ്റപ്പ് ആണെങ്കിലും രണ്ടും നല്ല സ്കോപ്പ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അപ്പൊ അതിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടോ, ചോയ്സ് ഉണ്ടോ? ആൻസർ എനി വൺ ഓഫ് ദ ഫോളോവിങ് ഇൻ അബൌട്ട് 120 വേർഡ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ 1.5 പേജെങ്കിലും എക്സ്പെക്ട് ചെയ്യും അവര്. ഓക്കെ, നെക്സ്റ്റ് വൺ, ആൻസർ എനി 2 ഓഫ് ദ ഫോളോവിങ് 18, 19, 20. നോട്ടീസ് എല്ലാവരും എഴുതുക. എൻ്റെ ഒരു സജഷൻ ആണ്, നോട്ടീസ് വന്നിട്ട് വളരെ ഈസിയാണ് നോട്ടീസ് എഴുതാൻ. ഓക്കെ, എത്ര പേര് നോട്ടീസ് എഴുതി ഇതില്? നോട്ടീസ് ക്വസ്റ്റ്യൻ ഓർമ്മയില്ലേ? ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എക്സാം ഈ ആഴ്ച? ഞാൻ എഴുതി നോട്ടീസ് എഴുതി. ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, നോട്ടീസ് ആവുമ്പോൾ എന്താന്ന് വെച്ചാൽ യു ക്യാൻ സേവ് ടൈം. അതാണ്. ഇപ്പൊ ഡയറി എഴുതുന്നതിനെക്കാട്ടിലും ഒരു ഹാഫ് ടൈം മതി നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ. നല്ല ബോക്സ് ഒക്കെ ആദ്യം വരച്ച് നല്ല നീറ്റ് ആക്കി ബോക്സ് വരയ്ക്കുക. സ്കെയിൽ കൊണ്ടുപോവുക കേട്ടോ എക്സാമിന്. സ്കെയിലും പെൻസിലും എല്ലാ എക്സാമിനും കയ്യിൽ വെക്കുക. ഇംഗ്ലീഷ് എക്സാം ആണ്, വരയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് സ്കെയിൽ ഇല്ലാണ്ട് പോകരുത് പ്ലീസ്. ഓക്കെ, അപ്പൊ നല്ല മാർജിനൊക്കെ വരച്ച് നീറ്റ് ആക്കുക. അത് കഴിഞ്ഞിട്ട് ദ ആർട്സ് ക്വസ്റ്റ്യൻ എന്താണ്, ദ ആർട്സ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു conduct a literary theatre event. എഴുതിയോ?
Okay. Okay. Featuring Anton Chekhov's works on July 15th, Chekhov Memorial Day. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ടീസിന് ഹെഡിങ് കൊടുത്തിട്ട് താഴെ ചെക്കോവ് മെമ്മോറിയൽ ഡേ എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുക്കുക. ചെക്കോവ് മെമ്മോറിയൽ ഡേ. എന്നിട്ട് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിയർ എന്തെന്ന് പറഞ്ഞ് അഡ്രസ് ചെയ്യും, ഡിയർ പീപ്പിൾ എന്ന് പറയാം. കാരണം ഇത് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമല്ല. എന്താ പറഞ്ഞിരുന്നത് നോക്കൂ, ക്വസ്റ്റനിൽ എന്താ പറയുന്നത് നോക്കൂ. പ്രിപ്പയർ എ നോട്ടീസ് ഇൻവൈറ്റിംഗ് ദ പബ്ലിക് ടു ദ ഈവെന്റ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം, ഡിയർ പീപ്പിൾ. ഓക്കെ, അല്ലെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഓക്കെ, നല്ലൊരു ഫ്രേസ് ആണത്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതാം. The Arts Club of your school എന്ന് എഴുതരുത്, our school. The Arts Club of our school has decided to conduct a literary theatre event featuring Anton Chekhov's works on July 15th dash Chekhov Memorial Day. Full stop. ആദ്യത്തെ സെന്റൻസ് ക്വസ്റ്റ്യന് തന്നെ കിട്ടി. അപ്പൊ എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം, അടുത്തത് എഴുതൂ. The highlights of the event include staging of Chekhov's plays, readings of short stories and discussions on his literary contributions. ഇതും നിങ്ങൾക്ക് അതൊന്ന് എഴുതാം. ആൻഡ് തേർഡ് ഒരു സെന്റൻസും കൂടെ എഴുതണം. The details of the event are attached below. The details of the event are attached below. എന്നിട്ട് എന്ത് ചെയ്യുക, താഴെ ഫസ്റ്റ് ഡേറ്റ് ഓൾറെഡി പറഞ്ഞു, ജൂലൈ 15th. ഒന്നും കൂടെ എഴുതുന്നതിൽ തെറ്റില്ല. ഡേറ്റ് ഓഫ് ദ ഇവന്റ് 15 ജൂലൈ. അപ്പോൾ 15/7/2025. താഴെ ടൈം എഴുതുക. ടൈം എന്താണ്, ഒരു 9 AM അല്ലെങ്കിൽ 10 AM കൊടുക്കുക. ഈവനിങ് ടൈം കൊടുക്കണ്ട, മോർണിംഗ് ടൈം കൊടുക്കുക. സ്കൂൾ ടൈം തന്നെ ആയിക്കോട്ടെ. പ്ലേസ്, അതിനെന്ത്, പ്ലേസിന് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലൊരു വേർഡ് ഇല്ലേ, എന്താണത്? പ്ലേസ് എന്ന് പറയുന്നതിനെക്കാട്ടിലും വെരി ഗുഡ്, വെന്യൂ. വെന്യൂ, അതിലതാണോ പറഞ്ഞേ? കേട്ടില്ല കേട്ടോ, രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞപ്പോ കേട്ടില്ല. വെന്യൂ, വെരി ഗുഡ്. വെന്യൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, വെന്യൂവിന്റെ അവിടെ നിങ്ങൾക്ക് ഒരു സ്കൂൾ ഓഡിറ്റോറിയം. ഓക്കെ, സ്കൂൾ ഓഡിറ്റോറിയം എന്ന് കൊടുത്താൽ മതി. മോസ്റ്റ്ലി എല്ലാം അങ്ങനെ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ തന്നെ ചെയ്യാനാണ് പതിവ്. മിസ് പഠിച്ച സ്കൂള് സാമുറിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന സ്കൂളാണ് ഇവിടെ കോഴിക്കോട്. അപ്പൊ ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിന്റെ പേരുണ്ട്, ഗുരുവായൂരപ്പൻ ഹാൾ എന്നാണ് അതിന്റെ പേര്. ഗുരുവായൂരപ്പൻ കോളേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. സാമൂതിരി രാജാവിന്റെ സ്കൂളുമാണ്, കോളേജുമാണ്. സാമുറിൻസ് ഗുരുവായൂരപ്പൻ കോളേജ് വളരെ ഫേമസ് ആയിട്ടുള്ള കോളേജാണ് ഇവിടെ കോഴിക്കോട്. അപ്പൊ ഹാളിന്റെ പേര് എന്താണ്, ഞങ്ങളുടെ ഹാളിന്റെ പേര് ഗുരുവായൂരപ്പൻ ഹാൾ എന്നായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ബോർഡ് എക്സാമിന് അത് എഴുതാൻ പറ്റിയില്ല, കാരണം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ലല്ലോ ഡീറ്റെയിൽസ്. മോഡൽ എക്സാം വരെ ഉള്ളതിന് അങ്ങനെ തന്നെയാണ് എഴുതി പോയിട്ടുള്ളത്. അല്ലെങ്കിൽ സ്കൂൾ ഓഡിറ്റോറിയം, ചിലപ്പോൾ സ്പേസ് ഗുരുവായൂരപ്പൻ എന്നൊക്കെ എഴുതുന്നതിന് കുറച്ച് സ്പേസ് വേണമല്ലോ, അപ്പൊ സ്പേസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ ഓഡിറ്റോറിയം എന്ന് അങ്ങനെ എഴുതിയിട്ടുമുണ്ട്. ഓക്കെ, ആൻഡ് താഴെ എന്ത് ചെയ്യുക, ലാസ്റ്റിൽ ഓൾ ആർ കോർഡിയലി ഇൻവൈറ്റഡ് ഫോർ ദ ഇവന്റ്. കോർഡിയലി എന്ന് പറഞ്ഞാൽ എന്താണ്, സാദരം ക്ഷണിച്ചു കൊള്ളുന്നു. ഓൾ ആർ കോർഡിയലി ഇൻവൈറ്റഡ് ഫോർ ദ ഇവന്റ് എന്ന് പറഞ്ഞ് താഴെ SD സൈൻഡ്, SD എന്ന് എഴുതുക. കൺവീനർ അല്ലെങ്കിൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് എഴുതുക. നിങ്ങൾ ഒന്നിൽ കൺവീനർ ആവുക, സെക്രട്ടറി ആവുക, ട്രഷററും ആവാം, കുഴപ്പമൊന്നുമില്ല. ബേസിക്കലി കൺവീനർ ആണ് നമ്മൾ സാധാരണ എഴുതുക. കൺവീനർ എഴുതാൻ നിങ്ങളൊരു സൈന്, ഒരു എന്തെങ്കിലും ഒന്നിങ്ങനെ കിറുക്കുക. ഓക്കെ, യെസ്, ദിസ് ഈസ് അബൌട്ട് എ നോട്ടീസ്. വളരെ ഈസിയാണ് നോട്ടീസിന്റെ കാര്യം. അതിൽ തന്നെ ഈ ഡേറ്റും ടൈമും വെന്യൂവും വേണമെങ്കിൽ അതിനൊരു കുഞ്ഞു ബോക്സിൽ വീണ്ടും ആക്കാം. ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, നൗ 19th one. Prepare the likely diary entry of the homeopath. Homeopath, in the story The Snake and the Mirror, experiences a terrifying encounter with a snake. He writes his thoughts and feelings in his diary after the incident. Okay. അപ്പൊ അദ്ദേഹത്തിന്റെ അതിനും എന്താണ്, സ്റ്റോറി നല്ലോണം അറിഞ്ഞിരിക്കണം. അപ്പോഴല്ലേ ഡയറിയിൽ കോണ്ടന്റ്സ് ഒക്കെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഡയറി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം നമുക്ക്? ബിഫോർ സ്റ്റാർട്ടിങ് എ ഡയറി യു ഷുഡ് റൈറ്റ് ദ ഡേറ്റ് ആൻഡ് ടൈം. ടൈം നിങ്ങൾക്ക് പറഞ്ഞാലും ഇല്ലെങ്കിലും എഴുതാം കേട്ടോ, നല്ല തെറ്റില്ല. രാത്രിത്തെ സമയമാണ് എഴുതേണ്ടത്, ഡേ ടൈം എഴുതരുത്. രാത്രിയില്ലേ നമ്മൾ ഡയറി എഴുതായിരുന്നിട്ട്, അപ്പൊ ഒരു 10 PM. ഓക്കെ, നിങ്ങളൊക്കെ 10-12 മണിക്കൊക്കെ കിടക്കുന്നവരായിരിക്കില്ലേ, കുറേ പേര് ഇപ്പം അങ്ങനെയല്ലേ, ലേറ്റ് ആയിട്ടല്ലേ കിടക്കുക. അപ്പൊ ഒരു 11 PM, 10 PM, 9 PM വരെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ടൈമും ഡേറ്റും കൊടുക്കുക. നിങ്ങൾ ഏത് കോർണറിലാണ് എഴുതുക? ലെഫ്റ്റ് കോർണർ ആണോ റൈറ്റ് കോർണർ ആണോ? അത് നിങ്ങൾ നിങ്ങളുടെ ടീച്ചറോട് ചോദിക്കുക, ഏത് സൈഡാണ് എഴുതേണ്ടത്. റൈറ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റ് സൈഡ് ഫോളോ ചെയ്യുക, ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ഫോളോ ചെയ്യുക കേട്ടോ. ഓക്കെ,
Next one, question 20. Read the extract below and prepare 5 questions based on it. ഇത് ഞാൻ റീഡ് ചെയ്ത് നോക്കി. ഇതിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിൽ അത്ര ഇഫക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ എനിക്ക് എന്തോ കഴിഞ്ഞില്ല. കാരണം ഒരു 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തു. മറ്റേത് നിങ്ങൾക്ക് ചെയ്യാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ. I was almost back at my classroom door when I heard voices raised in anger, as if in some sort of argument. I stopped. I didn't mean to eavesdrop. I just hesitated, not knowing what to do. Eavesdrop എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒളിഞ്ഞെന്ന് കേൾക്കുക എന്ന് പറയില്ലേ, അത്. I needed those shots and I was going to be late, but I didn't want to interrupt an argument between my teachers. അപ്പോൾ question first ഒരു question ഉണ്ടാക്കാം. What was the issue? Among who was the argument? Among whom was the argument in the school? അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ നമുക്കറിയാം. The argument was between the teachers. Okay. Did the narrator recognize the voices of the teachers? Yes, recognized. കാരണം ഇവിടെ പറയുന്നുണ്ട് I recognized the voices. Mr. Smidet, history teacher, and Mr. Booney, my math teacher. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ കൊടുക്കാം. What is the name of the history teacher? Next question, what is the name of the math teacher? പിന്നെ they seemed to be arguing about me. I couldn't believe it. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് കൊടുക്കാം? What was the argument about? Okay, what was the argument about? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇതിന്ന് ക്രിയേറ്റ് ചെയ്യാം. അത്രേ ഇവിടെ ചോദിക്കുന്നുള്ളൂ. ഓക്കെ. ഒരുപാട് ഓവറായിട്ടൊന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതും നോട്ടീസും ചെയ്താലും നല്ല സുഖമാണ്. ഡയറി എഴുതാൻ മടിയുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷെ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ഗ്രാമർ കറക്റ്റ് ആയിരിക്കണം. ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്ക് വരുത്തിയാൽ മാർക്ക് പോകും. ക്വസ്റ്റ്യൻസ് നിങ്ങൾ 5 എണ്ണേ ഉള്ളൂ. ആ 5 എണ്ണം നിങ്ങൾ കറക്റ്റായിട്ട് എഴുതണം. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, among whom was the argument? സോറി, അവിടെ തന്നെ among whom were the argument? ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ മിനിമം 2 പേരെങ്കിലും വേണ്ടേ? ഓക്കെ. among whom were the argument? ആര് തമ്മിലായിരുന്നു ആർഗ്യുമെന്റ്? among whom. ഓക്കെ. അതേപോലെ പിന്നെ ഞാൻ പറഞ്ഞു the argument was between whom. ഓക്കെ. അത് തന്നെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ഡിഡ് ദ സ്പീക്കർ റെക്കഗ്നൈസ് ദ വോയിസസ്? ഈ പറയുന്ന കുട്ടീനെ സ്പീക്കർ എന്ന് പറയാം. സ്പീക്കറിന് വോയിസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയോ? യെസ്, ഹി കുഡ് റെക്കഗ്നൈസ് ദ വോയിസസ്. ഓക്കെ. ഹൂ വേർ ദ ഫൈറ്റേഴ്സ്, അല്ലെങ്കിൽ ഹൂ വേർ ദ പീപ്പിൾ ഇൻവോൾവ്ഡ് ഇൻ ദ ആർഗ്യുമെന്റ്? അടുത്തത്, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ മാത്സ് ടീച്ചർ? വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ഹിസ്റ്ററി ടീച്ചർ? ആൻഡ് ഒരു ക്വസ്റ്റ്യനും കൂടെ വേണമെങ്കിൽ ഇതിൽ കിട്ടി. 6 ക്വസ്റ്റ്യൻസ് കിട്ടി. വാട്ട് വാസ് ദ സബ്ജക്ട് ഓഫ് ആർഗ്യുമെന്റ്? ആർഗ്യുമെന്റ് എന്തിനെ കുറിച്ചിട്ടായിരുന്നു? ഓക്കെ. ഇനിയിപ്പോൾ 21 to 24 ആൻസർ എനി 2. അതിൽ ഫസ്റ്റ് വൺ നീലകണ്ഠന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ്. ഈ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് നല്ല ഒരു ക്യാരക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കഥാപാത്രത്തെ നിരൂപണം ചെയ്യുന്നു. അപ്പൊ നമുക്ക് അവരുടെ ഹെഡ് തൊട്ട് ടോ വരെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് പറയാം. അതായത് തലമുടി തൊട്ടിട്ട് താഴെ വിരൽ വരെയുള്ള കാര്യങ്ങൾ എന്ന് പറയും. അതായത് അവരുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയായിരുന്നു, അവരുടെ ഫേസ് എങ്ങനെയായിരുന്നു, അവരുടെ അപ്പിയറൻസ് എങ്ങനെയായിരുന്നു, അവരുടെ ബിഹേവിയർ എങ്ങനെയായിരുന്നു, ഇതെല്ലാം ക്യാരക്ടർ സ്കെച്ചിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പേഴ്സണാലിറ്റി, എക്സ്പീരിയൻസസ് ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് കിരൺ, ഇത്രയും. അപ്പോൾ നീലകണ്ഠനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം അറിയാം. നിങ്ങളുടെ സ്വന്തം ആളായിരിക്കണം നീലകണ്ഠ. അങ്ങനെ നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ എന്നെ കുറിച്ച് എഴുതൂന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ എഴുതുമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതുമായിരിക്കും. ലൈവിൽ നിങ്ങൾ എന്നെ കണ്ടു പരിചയമായ രീതിക്ക്. ഓക്കെ. പക്ഷെ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ബേസിസിൽ എഴുതും? ടീച്ചറെ കുറിച്ച് ക്യാരക്ടറൈസേഷൻ എഴുതുമ്പോൾ, ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ടീച്ചറെ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ്, ജോവിയലായിട്ട് സംസാരിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ എഴുതും. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ സീരിയസ് ആയിട്ട് നീലകണ്ഠ എന്നുള്ള ക്യാരക്ടറെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ഓക്കെ. ചിലപ്പോൾ നിങ്ങൾക്ക് വങ്കാന്റെ ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കാം ഇനി മറ്റേ പബ്ലിക്കിന് വരുന്നത്, പറയാൻ പറ്റില്ല. ഓക്കെ, വങ്കയിലത്തെ വങ്ക ആയിരിക്കാം ഇനി ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ ആ ക്യാരക്ടർ നിങ്ങൾക്ക് അറിയണം. ഓക്കെ. നെക്സ്റ്റ് വൺ ന്യൂസ് റിപ്പോർട്ട് ആണ്. What is the news report? The boy in the story Adventures in a Banyan Tree had a unique experience when he discovered 2 white baby squirrels in the old banyan tree.
This incident immediately caught media attention. Prepare the likely news report. ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നതും ഒന്നുമില്ല. ഈ സ്റ്റോറിനെ തന്നെ നിങ്ങൾ ഒരു റിപ്പോർട്ടിന്റെ ഫോമിൽ എഴുതുന്നു. ഓക്കെ, സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള കാര്യങ്ങൾ. അതിൽ പക്ഷെ ആ 2 ബേബി സ്ക്വിറൽസിന്റെ ബർത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരുടെ ജനനത്തിന് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, അപ്പൊ ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം? കോണ്ടന്റ് എവിടെ നിൽക്കട്ടെ, പ്ലേസ് അല്ലേ വേണ്ടത്, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്ത് പ്ലേസ് കൊടുക്കാം? പ്ലേസ് സ്പെസിഫിക് ആയിട്ട് ഒരു ഡിസ്ട്രിക്ട് കൊടുക്കണം എന്നില്ല. XYZ എന്ന് കൊടുക്കാം, ABC എന്ന് കൊടുക്കാം, എന്നിട്ട് ഒരു ചെറിയ ഹൈഫൺ ഇട്ടിട്ട് ആ ലൈനിന് തന്നെ എഴുതാൻ തുടങ്ങിക്കോളൂ. അല്ലെങ്കിൽ പിന്നെ പ്ലേസിന്റെ നെയിം എഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് താഴെ അടുത്ത ലൈനിൽ നിന്ന് റിപ്പോർട്ട് എഴുതാൻ തുടങ്ങും. ഓക്കെ, എന്നിട്ട് ലാസ്റ്റിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കർട്ടസി മീൻസ് കടപ്പാട്. കടപ്പാട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിനോ മറ്റോ കൊടുക്കാം, തെറ്റില്ല. കടപ്പാട് മാതൃഭൂമി ന്യൂസ്, അല്ലെങ്കിൽ മനോരമ ന്യൂസ്, അല്ലെങ്കിൽ 24 ന്യൂസ്, എന്തെങ്കിലും ഒരു ന്യൂസിന്റെ പേരും കൊടുത്തേക്കൂ. ഞാനൊക്കെ ഇങ്ങനെയൊക്കെ ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചെയ്യും. തെറ്റോ ശരിയോ എന്നൊന്നും എനിക്ക് ഞാൻ നോക്കില്ല, ചെയ്ത് വെക്കും, ടീച്ചർ കറക്റ്റ് ഇടുകയും ചെയ്യും. ട്രൈ ഇമാജിൻ ചെയ്തതൊക്കെ ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് ഇസ് ലെറ്റർ റൈറ്റിംഗ്, വെരി ഇമ്പോർട്ടൻറ്റ്. ലെറ്റർ എഴുതുന്നവർ ശ്രദ്ധിക്കുക. ലെറ്റർ റൈറ്റിംഗിന് ഇതൊരു ഫോർമൽ ലെറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. എത്ര പേര് ലെറ്റർ എഴുതികളെ? എഴുതി. ഓക്കെ, അപ്പൊ ഫോർമൽ ലെറ്റർ ആയതുകൊണ്ട് ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും വേണം. അപ്പോൾ ഇതെന്താണ്? നമ്മൾ ചെയർമാൻ ഓഫ് ദ ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യക്കാണ് ഇത് എഴുതുന്നത്. അപ്പൊ ഫ്രം നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേരൊന്നും എഴുതാൻ ഒരു രക്ഷയില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാം ABC, XYZ, PQR ഇങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അറിയോ? ഒരു എളുപ്പപ്പണി, ഫ്രം എഴുതിയിട്ട് നിങ്ങളുടെ പേര് ABC എന്ന് കൊടുക്കുക. എന്നിട്ട് ഹൗസ് നമ്പർ, കോമ, സ്ട്രീറ്റ് നമ്പർ, കോമ, സ്ട്രീറ്റ് നെയിം, കോമ, ഏരിയ നെയിം, കോമ, ഡിസ്ട്രിക്ട്, കോമ, പിൻകോഡ്, അങ്ങനെ അതിനെ എഴുതി വെക്കുക. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് എഴുതുമ്പോൾ എന്തൊക്കെ എഴുതും? ഹൗസ് നമ്പർ എഴുതും, വാർഡ് നമ്പർ എഴുതും ചിലവര്, പിന്നെ സ്ട്രീറ്റ് അല്ലെങ്കിൽ വാർഡിന്റെ നെയിം എഴുതും, ഏരിയയുടെ നെയിം എഴുതും, വില്ലേജ് ആണോ താലൂക്കാണോ എന്താണോ അത് എഴുതും, പിന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ പേര് എഴുതും, പിൻകോഡ് എഴുതും. ആ സാധനങ്ങൾ അങ്ങനെ തന്നെ പേരാക്കി എഴുതി വെക്കൂ. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. ബോർഡ് എക്സാമിന് നമുക്ക് പേര് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണ്. ഇനി ടു അഡ്രസ് എന്ത് ചെയ്യുക? ദ ചെയർമാൻ ഓഫ് ദ ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ. ഇതൊക്കെ ബേസിക്കലി ഡൽഹിയിലായിരിക്കും ഓഫീസ്. അടുത്ത ലൈനിൽ ന്യൂ ഡൽഹി, കോമ, ഇന്ത്യ. പിൻകോഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ എഴുതുക, 123456, അല്ലെങ്കിൽ 111111, അല്ലെങ്കിൽ 222222. ഓക്കെ, അങ്ങനത്തെ രീതിയിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. ന്യൂ ഡൽഹി എന്ന് പറയാൻ കാരണം ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഓഫീസാണ്. ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ ഒക്കെ ഡൽഹിയിലുള്ളതാണ്. ഓക്കെ, എഴുതി വെക്കാം. ഇനി നിങ്ങളുടെ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു സംഭവം കൂടെ നമ്മൾ എഴുതാനുണ്ടല്ലോ. Can somebody tell that? ഫോർമൽ ലെറ്ററിൽ ഇത് വേണം. ഫോർമൽ ലെറ്റേഴ്സിന് ഈ സംഭവം അത് എല്ലാ ലെറ്ററിലും, അത് നമുക്ക് ഒഫീഷ്യൽ ലെറ്ററിനാണെങ്കിലും ഇതിനും രണ്ടിനും വേണമല്ലോ മോനെ. ഫോർമൽ ലെറ്ററിൽ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും കഴിഞ്ഞിട്ട് നമ്മൾ സർ അല്ലെങ്കിൽ മാഡം, റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ മാഡം എന്ന് പറഞ്ഞ് എഴുതുമല്ലോ, അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ട്. നമ്മൾ എഴുതണത് സബ്ജക്ട് സബ്ജക്ട്. വെരി ഗുഡ്. അപ്പൊ സബ് എന്ന് എഴുതിയാലും മതി. സബ് എന്ന് എഴുതി ഇവിടെ നിങ്ങളിപ്പോ സബ്ജക്ട് എന്ത് എഴുതും? Satyajit Ray writes a letter to the informing him the details of the shoot with a tiger and assuring strict okay. എന്ത് എഴുതാം? ഇങ്ങനെ എഴുതാം, details of the shoot with a tiger and assuring strict adherence to the rules dash REG. Subject. അപ്പൊ സബ്ജക്ട് എന്താണ്? Details of the shoot with a tiger and assuring strict adherence to the rules dash regarding REG എന്നിട്ടാ മതി. REG ഇത് മസ്റ്റ് ആണ്. ഫോർമൽ ലെറ്ററുകൾക്ക് സബ്ജക്ട് എഴുതിയില്ലെങ്കിൽ ഒരു മാർക്ക് പോകും. ഓക്കെ, പിന്നെ നിങ്ങളുടെ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റിൽ എന്ത് ചെയ്യുക? യുവേഴ്സ്. ഫോർമൽ ലെറ്ററിൽ എന്ത് പറയും? യുവേഴ്സ് ലവിംഗ്ലി, യുവേഴ്സ് അഫെക്ഷനേറ്റ്ലി എന്നൊക്കെയാണോ പറയാ? എന്തൊക്കെ പറയാം?
Yours faithfully. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. ഗുഡ്. യുവേഴ്സ് എന്ന് പറയണം. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. പിന്നെ സിൻസിയർലിയും പറയാം, യുവേഴ്സ് ട്രൂലിയും പറയാം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഫെയ്ത്ത്ഫുള്ളി കൊടുക്കാം, അല്ലെങ്കിൽ സിൻസിയർലി കൊടുക്കാം. ഓക്കെ. ആൻഡ് നിങ്ങളുടെ നെയിം അഗെയിൻ എന്ത് ചെയ്യുക, ഫ്രം അഡ്രസ്സിൽ നിങ്ങൾ എന്ത് നെയിമാണോ കൊടുത്തത് അതേ നെയിം ഇവിടെയും കൊടുക്കണേ, മാറിപ്പോവരുത്. ഓക്കെ. യെസ്. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ഒരു പാരഗ്രാഫ് ആണ്. പാരഗ്രാഫ് റൈറ്റിംഗ് എന്താണ്? ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ഇൻ ദ സ്പീച്ച് Chimamanda Ngozi Adichie explores the limitations of a single story through personal anecdotes and observations. Write a paragraph focusing on how a single story about individuals or cultures creates stereotypes and leads to an incomplete view of reality. Okay, അദ്ദേഹത്തിന്റെ സ്പീച്ച് ബേസ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറയുന്നത്. പാരഗ്രാഫ് ആണെങ്കിലും 5 മാർക്സ്. നൗ 25th ക്വസ്റ്റ്യൻ, പ്രൊഫൈൽ. ഇതാരും വിടില്ല എന്ന് എനിക്കറിയാം. പ്രൊഫൈൽ ഇസ് എൻ ഈസി റൈറ്റിംഗ് ടാസ്ക്. റസ്കിൻ ബോണ്ടിന്റെ ആണ്. ഓക്കെ, ഇതിലൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. Yours truly. യുവേഴ്സ് ട്രൂലി എഴുതാം അതില. യെസ് യെസ് എഴുതാം. ഓക്കെ, ഞാനിപ്പോൾ പ്രൊഫൈലിലേക്ക് വന്നു. പ്രൊഫൈൽ എഴുതുമ്പോൾ നമുക്ക് മോസ്റ്റ്ലി എല്ലാ റൈറ്റേഴ്സിൻ്റെയും പ്രൊഫൈൽസിൽ ബേർത്തും ഡെത്തും ഉണ്ടാവും. പക്ഷെ റസ്കിൻ ബോണ്ട് ഇതിൽ ബേർത്ത് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഹീ ഈസ് സ്റ്റിൽ അലൈവ്. ഓക്കെ, അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. റസ്കിൻ ബോണ്ട് പ്രായമായി, വയസ്സായിട്ട് ഇപ്പോഴും ഷില്ലോങ്ങിലാണ് ജീവിക്കുന്നത്, ഷിംലാല് ജീവിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്. മുസൂറി താഴെ തന്നിട്ടുണ്ട്. റിസൈഡ്സ് ഇൻ ലാൻഡോർ. കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് തന്നിട്ടില്ലേ? കറണ്ട് സ്റ്റാറ്റസ് പറഞ്ഞാൽ ഇപ്പോഴത്തെ നില. ഇപ്പോഴത്തെ നില എന്താണ്? ലാൻഡോർ മുസൂറി ആൻഡ് കണ്ടിന്യൂസ് ടു റൈറ്റ് ആക്റ്റീവ്ലി. അതുകൊണ്ടാണ് കേട്ടോ ഡെത്ത് തരാത്തത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഞങ്ങളൊക്കെ എൻ്റെ സ്കൂൾ ടൈമിലൊക്കെ ചില പിള്ളേര് ജീവിച്ചിരിക്കുന്ന ആളെ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതും. അപ്പൊ എവിടെ നിന്ന് ഇവർക്ക് ഇയർ ഒക്കെ കിട്ടി എന്നുള്ളത് ദൈവത്തിനെ അറിയുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള പുറത്ത് ഇവർ എഴുതും സംഗതികളൊക്കെ. സോ റസ്കിൻ ബോണ്ട് മാത്രം ജീവിച്ചിരിപ്പുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. സോ ബർത്ത് ഉണ്ട്, എഡ്യൂക്കേഷൻ, ഫേമസ് ആസ് ഓത്തർ പോയിറ്റ്. അപ്പൊ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഒരു പ്രൊഫൈൽ എഴുതുമ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? എടുത്തെടുപ്പിൽ തന്നെ റസ്കിൻ ബോണ്ട് വാസ് ബോൺ ഓൺ 19th May 1934 അങ്ങനെ എഴുതണോ? വേണ്ട. കുറച്ച് നന്നാക്കി എഴുതണമെങ്കിൽ എന്ത് പറയാം? ദ ഫേമസ് ഇന്ത്യൻ ഓത്തർ ആൻഡ് പോയറ്റ്. ആ ഫേമസ് ആസ് ഇല്ലേ, അതങ്ങോട്ട് ആദ്യം എടുത്തേക്കൂ. ദ ഫേമസ് ഇന്ത്യൻ ഓത്തർ ആൻഡ് പോയറ്റ് റസ്കിൻ ബോണ്ട് വാസ് ബോൺ ഓൺ 19th May 1934 in Kasauli, India. പിന്നെ he was educated from, his education was അങ്ങനെ എഴുതരുത്, അത് തെറ്റാണ്. He was educated from Bishop Cotton School, Shimla. Full stop. പിന്നെ എന്തെഴുതാം? His notable works include The Room on the Roof, Our Trees Still Grow in Dera, A Flight of Pigeons, The Blue Umbrella, and so on. എന്നെങ്കിൽ etc എന്ന് കൊടുക്കാം. His notable awards include John Llewellyn Rhys Prize in 1957, Sahitya Academy Award 1992, Padma Shri in 1999 and Padma Bhushan in 2014. പിന്നെ ലാസ്റ്റ് എഴുതുമ്പോൾ he currently resides in Landor, Missouri and continues to write actively. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? റസ്കിൻ ബോണ്ടിന്റെ എന്തെങ്കിലും സ്റ്റോറി നിങ്ങൾക്കുണ്ടോ ഇപ്പൊ പഠിക്കാൻ? ഈ ഇയറിൽ ഏതെങ്കിലും സ്റ്റോറി ഉണ്ടാവണമല്ലോ അല്ലേ? ഏത് ലെസൺ ആണ് ഒന്ന് നോക്കിയിട്ട് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ കേട്ടോ. യെസ്. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഡേറ്റ അനാലിസിസ് ആണ്. ഡേറ്റ അനാലിസിസ് മക്കളെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ഇത് സിമ്പിൾ ആണ്. നിങ്ങൾക്ക് തന്നെ ഡേറ്റ നോക്കി അനാലിസിസ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് വളരെ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിയുന്നതും ചെയ്യാം. കാരണം ഇതിപ്പോ എന്താണ് 18, 19, 20 വരെ ചോയ്സ്. 21 തൊട്ട് 24 ഏതെങ്കിലും രണ്ടെണ്ണമേ എഴുതാൻ പറയുന്നുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലെറ്റർ, പ്രൊഫൈൽ, പിന്നെ ലെറ്ററും പ്രൊഫൈലും എന്തായാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 26 to 30 ഡേറ്റ അനാലിസിസ് എന്തായാലും ചെയ്യൂ. 30 ഒരു മിനിറ്റ്, 26 to 30 എന്ന് പറയുന്നത് മുതൽ നിങ്ങൾ പിന്നെ എല്ലാം ചെയ്യണം.
ഓക്കെ 26 തൊട്ട് 30 മുതൽ എന്നുള്ളതിന് പറയുമ്പോൾ ഇത് അതിന്ന് തന്നെ ചോദിച്ചിരിക്കുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, ഡേറ്റ എന്ന് തന്നെ. ഓക്കെ, പിന്നെ 31 തൊട്ടിട്ട് നമ്മുടെ ഗ്രാമർ. റിപ്പോർട്ട് ദ ഫോളോയിങ് ഡയലോഗ്. Jill is asking, what do you think of our little nest, Aunt Jane? Aunt Jane tells, your little nest is really wonderful, my dears. അപ്പൊ എങ്ങനെ പറയാം? Jill asks Aunt Jane, what did she think of their little nest? Full stop. Question mark ഇടരുത്, full stop. Aunt Jane replied that, അല്ലെങ്കിൽ Aunt Jane said that their little nest was really wonderful. ആ my dears എന്നുള്ളത് എഴുതണ്ട. റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഇങ്ങനത്തെ my dear എന്നുള്ളതൊന്നും പറയാൻ പാടില്ല. അപ്പൊ ഒന്നും കൂടെ പറയാം. Aunt Jane said that their little nest was really wonderful. Okay, doubts ഉണ്ടോ? അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തുകൊണ്ടാ യുവർ ലിറ്റിൽ നെസ്റ്റ് എന്നുള്ളതിനെ ദയർ എന്നാക്കുന്നത്? ക്വസ്റ്റ്യൻ നോക്കൂ, ജിൽ എന്താ ചോദിക്കുന്നത്? ഞങ്ങളുടെ ലിറ്റിൽ നെസ്റ്റിന്റെ കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പൊ ആന്റ് ജെയിൻ പറയാണ് നിങ്ങളുടെ ലിറ്റിൽ നെസ്റ്റ്. അതപ്പോ നിങ്ങളുടെ എന്ന് പറയുന്നതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ. Their little nest was really wonderful. Okay, next, complete the following passage with phrasal verbs. Zara was dash when I told her that he had lost her shoes at the bakery. She didn't have another pair of shoes to dash to go to school. So Zara decided to dash her concern at home, but Ali stopped her, knowing that their father would not dash his carelessness. Okay, എന്താണ് വരിക? Zara ഞെട്ടിപ്പോയി when Ali told her that he had lost her shoes at the bakery. എന്താണ് വരിക? നിങ്ങൾ ആൻസേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫസ്റ്റ് വൺ എന്താണ്? കമോൺ ഗൈസ്, നമുക്കിനി അധികം ക്ലാസ്സസ് ഒന്നും ഇല്ല. ഇത് കഴിഞ്ഞ 2 ക്ലാസ്സും കൂടെ ഉള്ളൂ. അപ്പൊ ഇന്ററാക്റ്റീവ് ആക്കാം പ്ലീസ്. Taken aback, very good. Zara was taken aback when Ali told her that he had lost her shoes at the bakery. She didn't have another pair of shoes to dash to go to school. ഏതായിരിക്കും? Put on. Put across. Put on. Shoes അണിയാൻ. Okay, അണിയുക, to wear. ഷൂ നമ്മൾ വെയർ ചെയ്യല്ലേ ചെയ്യുന്നത്. ഡ്രസ്സ് വെയർ ചെയ്യുന്ന പോലെ ഷൂസ് വെയർ ചെയ്യാണ്. അപ്പൊ put on means to wear. So she didn't have another pair of shoes to put on to go to school. So Zara decided to dash her concern at home. Okay, അപ്പൊ എന്താണ്? Zara decided to എന്താണ്? Put up with ഉണ്ട്, put across ഉണ്ട്, put aside ഉണ്ട്. ഏതാ പറയാം? Put up with ആണോ? മീ ചെക്ക് ചെയ്യാം. Put up with എന്താണ് മീനിങ് നോക്കാം. What is meant by put up with? Tolerate. Put up with എന്ന് പറഞ്ഞാൽ സഹിക്കുക or Tolerate. tolerating. Yes. അപ്പൊ അതുകൊണ്ട് എന്താണ്? അതല്ല ആൻസർ എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇനി put across നോക്കാം. Put across ന്റെ മീനിങ് എന്താണ്? Explain or describe something to someone. അപ്പൊ അതാണ് അവിടെ വരിക. So Zara decided to put across her concern at home, but Ali stopped her, knowing that their father would not put up with his carelessness. Put up with എന്ന് പറഞ്ഞാൽ സഹിക്കുക അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യുക. So he knew that their father would not tolerate his carelessness. ടോളറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് വെച്ച് സഹിക്കില്ല. അപ്പൊ അതിനെന്താണ്? put up with. അപ്പൊ ഇവിടെ ഒന്ന് നമുക്ക് ഇതാണ് എക്സസ് ആണ്. put aside വേണ്ട. അപ്പൊ taken aback, put on, put across, put up with. Okay, yes. Next one എന്താണ്? Very easy. Editing ആണ്. Editing. Aunt Jane and Jack dash out. എന്താ വരാം? Went ആണ്. Go out. Okay, എന്തുകൊണ്ടാ went out എന്ന്? went out പറയാം, തെറ്റില്ല. Aunt Jane and Jack go out എന്ന് പറയാം. കാരണം ഇതിൽ നോക്കൂ, ജിൽ ലുക്സ് അറ്റ് ദ ചെക്ക്. അപ്പൊ ഇത് പ്രസന്റ് ടെൻസിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മൾ അതിനെ പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. Okay, Aunt Jane and Jack go out. Jill looks at the check and exclaims, 10 pounds. Then she
ഡാഷ് ടു ദ ടേബിൾ. അപ്പൊ ഇവിടെ എല്ലാം പ്രസന്റ് ടെൻസിലായിരിക്കണം. അപ്പൊ എന്ത് വരും? ബി എന്താണ്? hurries, Hurries. Very good. Then she hurries to the table, addresses an envelope, endorses the check. എല്ലാം നോക്കൂ, പ്രസന്റ് ടെൻസ് അല്ലേ? hurries, addresses, endorses and slips it inside with a bill dash she takes from the bag. which That അല്ലെങ്കിൽ which. Okay, which she takes from the bag and dash the envelope. seal, Seals the envelope. Very good. അപ്പോ go, hurries, which or that, പിന്നെ seals. Okay. Yes. Next one. Complete the conversation between Martha and her sister Rosie. Okay. You are upset over something. Dash. aren't you? Yes, very good. Aren't you? എന്താണത്? Aren't you എന്ന് പറഞ്ഞാൽ എന്താണത്? എന്ത് ഗ്രാമറിൽ എന്താണത് നമ്മൾ പഠിച്ചു? Question tag. Question tag. Question tags ആണ്. Very good. You are upset over something, aren't you? Yes. This year there is a change in policy regarding the scholarship jacket. Okay. ഇനി നോക്കുക. Would you mind dash? അതിന്റെ ആൻസർ നോക്കൂ. No, I don't. I will explain. അപ്പൊ അതിന് നമുക്ക് എന്ത് പറയാം? Would you mind? Would you mind explaining it? Okay. അതെന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ വിരോധമുണ്ടോ? അതാണ് ചോദിക്കുന്നത്. Would you mind explaining it? But no, I don't. I don't mind. I will explain. I have been asked to pay $15 for the jacket. അപ്പൊ റോസി പറയണത് that's unfair. അയ്യോ, അത് അന്യായമാണ്. The jacket is given as a recognition for your hard work. അവിടെ എന്ത് വരും? Again, question tag തന്നെ. The jacket is given as a recognition for your hard work. Dash. അല്ല, question tag ആണോ അവിടെ? സോറി. അയ്യോ, സോറി. അവിടെ അല്ല, ഫുൾ സ്റ്റോപ്പ് ആണല്ലേ ഇത്? ഓക്കെ, ഒരു ഹാർഡ് വർക്ക് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ആണ്. സോറി മക്കളെ, ഞാൻ കോമയാണെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ അടുത്തത് നമ്മളൊരു ചോദ്യമാണ്. അപ്പൊ മാർത്ത പറയാണ് ദ പ്രിൻസിപ്പൽ സ്പോക്ക് ടു മീ അബൌട്ട് ദ സെയിം. അപ്പൊ എന്തായിരിക്കും ക്വസ്റ്റ്യൻ വരിക? ഡിഡ് യു പറയടോ? ഡിഡ് യു സ്പീക്ക്? Did you agree? ഡിഡ് യു അഗ്രിയോ? ആൻസറിന് മാച്ച് ആവുന്ന ക്വസ്റ്റ്യൻ കൊടുക്കൂ. ആൻസർ എന്താ പറയുന്നത്? ദ പ്രിൻസിപ്പൽ സ്പോക്ക് ടു മീ അബൌട്ട് ദ സെയിം. അപ്പോ ഡിഡ് യു സ്പീക്ക് ടു ദ പ്രിൻസിപ്പൽ? ഡിഡ് യു സ്പീക്ക് ടു ദ പ്രിൻസിപ്പൽ അബൌട്ട് ദ മാറ്റർ? അല്ലെങ്കിൽ ഡിഡ് യു സ്പീക്ക് ടു ദ പ്രിൻസിപ്പൽ അബൌട്ട് ദിസ്? ഇതിനെ കുറിച്ച് സംസാരിച്ചോ? അപ്പൊ മാർത്ത പറയണത് പ്രിൻസിപ്പൽ സ്പോക്ക് ടു മീ അബൌട്ട് ദ സെയിം. ഇനി റോസി പറയണ യു ഹാഡ് ബെറ്റർ ഡാഷ്. ഹാഡ് ബെറ്ററിന്റെ യൂസ് വരുന്നുണ്ട്. ഹാഡ് ബെറ്ററിന്റെ കൂടെ നമ്മൾ എപ്പോഴും എന്താണ് V1 ഫോമല്ലേ യൂസ് ചെയ്യുള്ളൂ വേർബിന്റെ. അപ്പൊ യു ഹാഡ് ബെറ്റർ സ്പീക്ക് അബൌട്ട് ദിസ് ടു ഗ്രാൻഡ്പാ. അപ്പൊ മാർത്ത പറയണ ഐ ഓൾറെഡി സ്പോക്ക് ടു ഗ്രാൻഡ്പാ അബൌട്ട് ദിസ്. ഹി സേസ് ദാറ്റ് ഇഫ് വി പേ ഫോർ ദ ജാക്കറ്റ് ഡാഷ്. അവിടെ നമുക്ക് എന്ത് പറയാം? അത് നിങ്ങളുടെ ഇമാജിനേഷൻ. ജാക്കറ്റിന് പേ ചെയ്താൽ that will become a habit of the team, അല്ലെങ്കിൽ that will become their habit. Okay, അങ്ങനെ എന്തെങ്കിലും പറയാം നമുക്ക്. Okay, so he says that if we pay for the jacket then there will be no value for the scholarship. അങ്ങനെ എന്ത് വേണമെങ്കിലും ഇമാജിൻ ചെയ്യാം അല്ലെ? സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടേണ്ടതാണ്. അതിനെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിന് സ്കോളർഷിപ്പ് എന്നല്ല നമ്മൾ പറയാം. അതിനെ നമ്മൾ വേറെ രീതിയിലാണ് നമ്മൾ അതിനെ കാണുക അല്ലെ? So Rosie, I agree with him. Meet the principal tomorrow and tell him what grandpa said. മക്കളെ എത്ര ഈസി ആയിട്ടാണ് ആ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. യെസ്, അടുത്ത നോക്കൂ. പ്രിപ്പസിഷൻസ് ആണ്. ഇപ്പൊ ഗ്രാമറിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത്? ഒന്നും കൂടെ മിസ് പറഞ്ഞുതരാം. ഡയറക്റ്റ് സ്പീച്ച്, റിപ്പോർട്ടഡ് സ്പീച്ച്, ഫ്രേസൽ വെർബ്സ്, പിന്നെ എഡിറ്റിംഗ് പറയുമ്പോൾ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, അതാണ് ടെൻസ് ആണ് മെയിൻ നോക്കേണ്ടത്. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ്സ്, ക്വസ്റ്റ്യൻ ഫോർമേഷൻ, പ്രിപ്പസിഷൻസ്, noun phrase. Prepositions നോക്കാം. Yes, first one എന്താണ്? With features somewhat like those dash and Nepali. Of a Nepali. Yes. He showed us dash old scar. An old scar. Scar എന്ന് വെച്ചാൽ എന്താണെന്നറിയോ?
അടയാളം. അടയാളം. Very good. അടയാളം. What is an old scar dash his forearm? On. On his forearm, which had been caused dash a tiger. By. By a tiger. Very good. Okay. Last question. Read the following sentences and identify the noun phrase. Yes. ഇപ്പൊ സബ്ജക്റ്റിലാണ് noun phrase ഉണ്ടാവുക. ഓക്കെ, സബ്ജക്റ്റിലും ഒബ്ജക്റ്റിലും ഉണ്ടാവും. പക്ഷെ ഇവിടെ സബ്ജക്ട് പൊസിഷൻ എന്നാണ് noun phrase ചോദിച്ചിരിക്കുന്നത്. A beautifully patterned basket of dyed raffia was shown to us by Fide's mother. എന്താണ് noun phrase? എന്താണ്? A beautiful pattern basket of dyed raffia. Very good, very good. Next one. His rimless spectacles gave evidence of a serious and reserved disposition. His rimless spectacles. Very good. His rimless spectacles. ഇത്രയേ ഉള്ളൂ. ഓക്കെ, noun phrase എന്താണ്? verb തുടങ്ങുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ് വരെ ഉള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എ ബ്ലാക്ക്, ഹ്യൂജ്, ടോൾ, കോംപ്ലെക്സ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എലിഫന്റ് എന്ന് പറയുകയാണെങ്കിൽ എ ഡാർക്ക്, ബ്ലാക്ക്, ജൈജാണ്ടിക് എലിഫന്റ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഒരു നൗണിനെ തന്നെ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ അഡ്ജക്റ്റീവ്സ് വെച്ച് എന്ത് ചെയ്യുക? ഡിസ്ക്രൈബ് ചെയ്യുക. ദാറ്റ് ഇസ് കോൾഡ് എ നൗൺ ഫ്രേസ്. അപ്പോൾ ഒരു റാഫിയനെ തന്നെ നോക്കൂ. ഡൈഡ്, പാറ്റേൺഡ്, ബ്യൂട്ടിഫുള്ളി, എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു അവര്, അല്ലേ? അതിനാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ തറോ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലത്തെ ഇതില് പോയം കോംപ്രിഹെൻഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ. പോയം കോംപ്രിഹെൻഷൻസ് ഇനി നെക്സ്റ്റ് വീക്ക് 2 ക്ലാസ്സും കൂടെ ഉള്ളൂ. 27th 28th കൂടെ ഉള്ളൂ. മാർച്ച് 1 ക്ലാസ് മോസ്റ്റ്ലി ഉണ്ടാവില്ല. ഓക്കെ, 27th 28th ഇനിയുള്ള 2 ക്ലാസ്സസ് എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ.